വർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. നമ്മുടെ ഫുഡ് കോമ്പറ്റീഷൻ അങ്ങനെ സ്റ്റാർട്ടാകുകയാണ്. അങ്ങനെ സത്യഭാമയും വന്ന് എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ നിന്ന് മത്സരം തുടങ്ങുകയാണ്. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുസ്മിതയാണെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ തകൃതിയായി ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് ഇവിടെ. അതേസമയത്ത് സത്യഭാമ വരുമ്പോൾ നമ്മുടെ വിഷ്ണുവിനെ അവിടെ കാണുമ്പോൾ വിഷ്ണുവിനോട് പറയുന്നു, നീ എൻ്റെ കൺമുന്നിൽ കണ്ടുപോരെന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് വഴക്കൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ രാഘവൻ നായരാണെങ്കിൽ രാഘവൻ നായർക്ക് അപ്പം നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഇവർ ഫുഡ് കോമ്പറ്റീഷന് പോയതാണെന്നൊക്കെ മനസ്സിലാകുന്നു. അങ്ങനെ പിള്ളയോട് പറയുന്നു, അവിടെ എന്തായെന്ന് അറിയാൻ നീ ആരെങ്കിലും വിളിച്ച് നോക്കാനൊക്കെ പറയുന്നു. അപ്പോൾ പിള്ള പറയുന്നു, ഞാൻ വിളിച്ച് നോക്കാമെന്ന് പറയുന്നത്. ആദ്യം ജയിക്കും ആ ശാരദ, കുടുംബശ്രീ ശാരദ ഉണ്ടല്ലോ, അപ്പോൾ ശാരദയ്ക്ക് തന്നെ ആയിരിക്കും ഫസ്റ്റ് കിട്ടുന്നതെന്ന് പറയും. അപ്പോൾ നമ്മുടെ പിള്ള പറയും, അങ്ങനെയൊന്നുമില്ല, ശാരദയുടെ കൂട്ടാളിയാണല്ലോ നമ്മുടെ കൂടെ ഉള്ളത്, അതുകൊണ്ട് ശാരദയുടെ ടീച്ചർ ശാരദയുടെ എല്ലാ കളികളും അറിയുന്ന ശാന്ത കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ സത്യഭാമ തന്നെ ജയിക്കും, നമ്മൾ തന്നെ ജയിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ രാഘവൻ നായർ പറയും, എന്തായാലും നീ വിളിച്ച് നോക്കാൻ പറയും. അങ്ങനെ പൊന്നിയോ നൂറിനെ ആരെങ്കിലും വിളിക്കാൻ പറയുകയാണ്. അപ്പോൾ പിള്ള പറയും വിളിക്കാമെന്ന്. അതിനുശേഷം ഇവിടെ ഫുഡ് കോമ്പറ്റീഷൻ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ആങ്കർ വിളിച്ച് പറയുന്നു, സമയം തീരാറായി, ഇനി 2 മിനിറ്റും കൂടെ ഉള്ളെന്ന് പറയുന്നു. അങ്ങനെ ആ 2 മിനിറ്റ് പൂർത്തിയാകുമ്പോഴത്തേനും എല്ലാവരും അവരവരുടെ ഇതിൽ വിളമ്പി വെക്കുകയാണ്, പ്ലേറ്റ് ചെയ്ത് വെക്കുകയാണ്. ആ സമയത്ത് ആങ്കർ പറയും, രേഖാ മേഡം ഇപ്പോൾ എല്ലാവരുടെയും വന്ന് ടേസ്റ്റ് ചെയ്തായിരിക്കും, അപ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുണ്ടാക്കിയ ഫുഡിൻ്റെ പേരും പറയാൻ പറയും. അങ്ങനെ ആദ്യം രേഖാ മേഡം വന്ന് മറ്റേ പുള്ളിക്കാരി ലേലിയുടെ അടുത്ത് വന്നിട്ട് അവർ പേര് പറയും. അവരുണ്ടാക്കിയത് ചിക്കൻ സംതിങ് എന്താണ്, അത് രുചിച്ച് നോക്കും. അങ്ങനെ ഒരു മാർക്ക് നമ്മുടെ ആങ്കറിൻ്റെ അടുത്ത് പറയുകയാണ്. പിന്നീട് സുസ്മിതയുടെ അടുത്ത് ചെല്ലും. അപ്പോൾ സുസ്മിത പറയും, ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കിയെന്ന് പറയും, അതും ടേസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ സത്യഭാമയുടെ അടുത്ത് നിന്ന് പനീർ പാലക് ബട്ടർ മസാല, പാലക് അങ്ങനെ സംതിങ് ആണ് ഉണ്ടാക്കിയത് അവർ. അങ്ങനെ അതും കൊടുക്കും. അങ്ങനെ അതും ടേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കുടുംബശ്രീ ശാരദയുടെ അടുത്താണ് ചെല്ലുന്നത്. അപ്പോൾ അവരും പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ രേഖാമേടെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി വായിൽ വയ്ക്കുന്ന സമയത്ത് തിരിഞ്ഞ് ശാലിനിയെ നോക്കും. അപ്പോൾ ശാലിനിയെ നോക്കുമ്പോൾ നമ്മുടെ ശാരദ പറയും, അതെൻ്റെ മകളാണെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് രേഖാമേടം ചോദിക്കും, വിഷ്ണു ശാലിനി? അപ്പോൾ എന്ന് പറയാണ്. അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ സീൻ അവസാനിക്കുന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ എത്ര മാർക്കാണോ കിട്ടിയത് അതിനെ ബേസാണ് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളത് നാളത്തെ എപ്പിസോഡിലാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് ആങ്കർ ഇങ്ങനെ ഓരോരുത്തരും കിട്ടിയ പോയിന്റ് പറയുകയാണ്. അതിൽ നമ്മുടെ ഫസ്റ്റ് ആ ലേഡിക്ക് 3 പോയിന്റ്, സത്യഭാമയുടെ 6 പോയിന്റ്, ഈ 2 പോയിന്റുകളാണ് പറയുന്നത്. നെക്സ്റ്റ് കുടുംബശ്രീ ശാരദയുടെ പോയിന്റ് പറയുന്നുണ്ട്, നമ്മുടെ സുസ്മിതയുടെയും പോയിന്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ മത്സരത്തിൽ സുസ്മിതയാന്ന് തോന്നുന്നു ഔട്ടായി പോകുന്നത്. അതായിരിക്കും നാളത്തെ എപ്പിസോഡിലുള്ളത്. സുസ്മിതയും മറ്റേ പുള്ളിക്കാരിയായിരിക്കും. പിന്നീട് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നമ്മുടെ കുടുംബശ്രീ ശാരദയും സത്യഭാമയും തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പോൾ എന്തായാലും സത്യഭാമയ്ക്ക് തന്നെ ആയിരിക്കും പ്രൈസ് കിട്ടുക, അത് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക ആ എപ്പിസോഡിനായി. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.